അടിക്കും. ടാസ്കാണ്, ഒറ്റ വാചകമേ ഉള്ളൂ. ആ വാചകം നിർത്താതെ പറയാം. ഒരുത്തൻ പോയി ഒരുത്തിയായി ഒരുത്തിപ്പറ്റി ഇരുവരായി, ഇരുവരും കരുത്തരായി, കരുത്തരും വിരുദ്ധരായി, വിരുദ്ധരിൽ ഒരുവന്റെ ബന്ധുവിന്റെ ശത്രുവിന്റെ ഇല്ലം ചുട്ടവന്റെ അച്ഛൻ ആരാ? ആരാന്ന് പറയണ്ട, ഈ വാക്കൊന്ന് മുറിയാതെ ഇതിനൊക്കെ കാരണം ഡോക്ടറാ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. ഒറ്റ കാര്യം എനിക്ക് പറയും, ഒറ്റ കാരണം ഡോക്ടറുകാരനെ ഞാനിത് കേൾക്കേണ്ടി വന്നു. ഞാൻ തോറ്റല്ലോ, തോൽവി സമ്മതിച്ചു കേട്ടോ. അയ്യേ, ഇത്രേ ഉള്ളൂ. അതൊന്നുകൂടെ പറയൂ, ഒന്ന് കേക്കട്ടെ. ഒരുത്തൻ പോയി ഒരുത്തിയായി, ഒരുത്തൻ പോയി ഒരുത്തിയായി. ഈ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. മേയർ ഇതിൽ ഇടപെടണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. പോയോ ധൈര്യം നീ ചെയ്ത് കാണിക്കടാ. അല്ല, നിങ്ങൾ ചാനലിൽ നിന്നിട്ട് കുറെ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജയജില്ലയല്ലേ ഇയാള്. നിങ്ങൾക്ക് ആ റിമോട്ട് എടുത്ത് ഞാൻ ചാനലിൽ ഇരുന്ന് വെള്ളം കുടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, മാറ്റാം. ഞാനിപ്പോ എന്ത് വെച്ച് ഇത് മാറ്റും? എനിക്കിത് മാറ്റാൻ പറ്റില്ലല്ലോ. ചാനൽ വെച്ച് കാണാൻ അയ്യോ, നിനക്ക് എന്താണ് നിങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റാൻ പാടില്ല. ഇത് മര്യാദക്ക് ഈ ചടങ്ങ് തീരുമാറുന്നല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. തൽക്കാലം ഒരു മിമിക്രി കാണിച്ചു തന്നാൽ മതി, സന്തോഷിപ്പിക്കാൻ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഞങ്ങളെ കാണുമ്പോ എപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു മിമിക്രി ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഈ ഡോക്ടറെ കണ്ട സ്ഥിതിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും പറയണ്ടോ? നിങ്ങളൊക്കെ അവരുടെ സാമ്രാജ്യത്തിലെ കുട്ടിക്കുരങ്ങന്മാരാണ്. ചാടാൻ പറയുമ്പോ ചാടണം, തുള്ളാൻ പറയുമ്പോ തുള്ളണം. എനിക്കെതിരെയുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് എന്നുള്ളത് എനിക്ക് മനസ്സിലായേ ഇല്ല. ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്തായി അങ്ങ് പോയി.